ഹലോ, നമസ്കാരം. ഞാനിന്ന് ഓണത്തിന് നട്ട ചെണ്ടുമല്ലിയെല്ലാം ഫ്ലവറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അത് പറിച്ചിട്ട് നമുക്ക് അതിൽ വേറെ എന്തെങ്കിലും നടാമെന്ന് കരുതി. അപ്പം ഞാൻ പൊതുവേ മല്ലിക നട്ടപ്പോൾ തന്നെ നല്ല വളവും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. അപ്പം ഇനിയിപ്പം അതിന് വേറെ സെപ്പറേറ്റ് ഒരു വളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നട്ട് ഒന്ന് ഏകദേശം ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ പറിച്ച് ഞാൻ ഇതിൽ നല്ല കുറ്റിപ്പയറാണ് നടുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തന്ന ഒരു 30 വിത്തുണ്ടായിരുന്നു. അപ്പോൾ അത് മുളപ്പിച്ചിട്ട് നല്ല അടിപൊളി കുറ്റിപ്പയറാണ്. കാരണം വല്ല പടർന്നു പോകുന്നില്ല, ആർക്കും കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ കുറ്റിപ്പയർ. നല്ല തൈയാണ്, ഞാൻ തന്നെ വിത്തിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ തൈയാണ്. നല്ല ഗ്രോത്തിലെ തൈയാണ്, ഹൈബ്രിഡ് തൈയാണ്. ഏകദേശം പെട്ടെന്ന് തന്നെ കായാവും. നമ്മൾ എന്തും കയറൊന്നും കെട്ടിക്കൊടുക്കൊന്നും വേണ്ട, നല്ല കുറ്റിയായിട്ട് നല്ല കായ്ഫലം കിട്ടുന്ന കുറ്റിപ്പയറെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രമ്മിലെല്ലാം കുറ്റിപ്പയർ നടാം. ഏകദേശം 10 ഡ്രമ്മുണ്ട്, അതിലൊക്കെ കുറ്റിപ്പയർ നടാം. കുറ്റിപ്പയർ നമുക്ക് ഇലയും ഇതിൻ്റെ നല്ല കറികൾ ഉണ്ടാക്കാം. ഇലകളും കറികളും ഉണ്ടാക്കാം, പയറും ഉണ്ടാവും, ഒക്കെ ഇതാവും ചീര പോലെ ഉപയോഗിക്കാം ഇതിൻ്റെ ഇലകൾ. അപ്പോൾ 2 കാര്യമാണ് കുറ്റിപ്പയർ ഉണ്ടാക്കിയാൽ. അപ്പം ഞാൻ ഇതിനിപ്പം കാര്യമായിട്ട് വളം കാര്യമൊന്നും കൊടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞമാർക്ക് മല്ലിക നട്ട സമയത്ത് ഞാൻ എല്ലുപൊടിയും ഇതൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് വളമൊന്നും കൊടുക്കണില്ല. ഇനിയിപ്പോൾ ഒന്ന് ഇത് വളർന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് കരുതി. ശേഷം ഇതിലെല്ലാത്തിലും നടാം, 1-2 വെച്ച് നടാം. എന്നാലും നല്ല ഫ്ലവറായിട്ട് നിൽക്കും, നല്ല ബുഷായിട്ട് കായ്ച്ച് നിൽക്കും. കാരണം വലിയ ഡ്രമ്മാണ്, അപ്പോൾ 2 നടാം. പിന്നെ കുറ്റിപ്പയറിനും മറ്റേ നീളം പയർ പോലെ വലിയ പണിയൊന്നുമില്ല. കുറ്റിപ്പയർ വലിയ രോഗങ്ങളും വല്ല ശല്യങ്ങളും കീടങ്ങളെ ശല്യങ്ങളും ഉണ്ടാവില്ല കുറ്റിപ്പയറിന്. ഏകദേശം നല്ല വിളവും കിട്ടും, നല്ല ടേസ്റ്റുമാണ് ഈ അച്ചിപ്പയർ. നമ്മുടെ നാട്ടിൽ കുറ്റിപ്പയർ, ചില നാട്ടിൽ അച്ചിപ്പയർ എന്ന് പറയും. ഏതായാലും നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോൾ ഒരു കൃഷി കഴിഞ്ഞാൽ അതേ വേറെ ഒരു കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഇതിപ്പോൾ ഞാൻ മല്ലിക കഴിഞ്ഞു, അത് വേറെ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുറ്റിപ്പയർ നട്ടു. അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നമുക്ക് എപ്പോഴും വിളവെടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ മറ്റെല്ലാവരും വിളവെടുക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ നട്ട് കുഴിച്ചിട്ട് വിളവെടുക്കണം, അതാണ് അതിൻ്റെ രസം. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടുക, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഓക്കെ, തന്നെ ഞാൻ ഏകദേശം കുറ്റിപ്പയർ ഫ്ലവറായിട്ടൊക്കെ പറയാം. ഓക്കെ, നമസ്കാരം.